ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോസ് വില്ല എന്നൊരു കന്നഡ ഹൊറർ ത്രില്ലർ മൂവിയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരാൾ മഴയത്ത് ആരെയോ കുഴിച്ചിടുന്നത് കാണിച്ചുകൊണ്ടാണ്. അതിനു മുകളിൽ ഒരു റോസ് ചെടിയും നട്ടുവെക്കുന്നു. അവിടുന്ന് സീൻ ഷിഫ്റ്റ് ചെയ്താൽ ന്യൂലി മാരീഡായ രവിയെയും ശ്വേതയെയും കാണിക്കുന്നു. അവർ ഡ്രൈവ് ചെയ്ത് പോകുന്ന നേരം അവരുടെ വണ്ടി കേടാകുവാണ്. ആരെങ്കിലും ഹെൽപ്പിന് കിട്ടിയാലോ എന്ന് കരുതി രണ്ടാളും നടന്നു പോകുമ്പോൾ വഴിയിലൊരു പോലീസ് വണ്ടി നിർത്തി അവർക്ക് ലിഫ്റ്റ് കൊടുത്ത് രണ്ടാളെയും ഒരു റെസ്റ്റോറൻറ്റിൽ ഡ്രോപ്പ് ചെയ്യുന്നു. രണ്ടാളും ഫുഡൊക്കെ കഴിച്ച് സംസാരിക്കുന്ന സമയം പുറകിൽ ഒരു വയസ്സായ കപ്പിൾസ് ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിൽ ആ ഭർത്താവിൻ്റെ തൊണ്ടയിൽ എന്തോ കുടുങ്ങി ശ്വാസം മുട്ടുന്നത് കണ്ട ഹീറോ വേഗം ചെന്ന് അയാളെ രക്ഷിക്കുവാണ്. കാരണം നമ്മുടെ ഹീറോ ഒരു ഡോക്ടറാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച ശേഷം ആ ഓൾഡ് കപ്പിൾ ഹീറോയുടെ അടുത്ത് വന്ന് ഇൻട്രൊഡ്യൂസ് ആവുകയാണ്. അയാളുടെ പേര് സോളമൻ എന്നും വൈഫ് ഹെലൻ ആണെന്നും പറയുന്നു. എന്നിട്ട് അന്നത്തെ രാത്രി ഡിന്നറിന് അവർ ഇൻവൈറ്റ് ചെയ്യുവാണ്. രവിയും ശ്വേതയും ആദ്യം സമ്മതിക്കുന്നില്ലെങ്കിലും അവസാനം വയസ്സായവരല്ലേ ഇത്ര നിർബന്ധിച്ചതല്ലേ എന്ന് കരുതി അവരൊക്കെ പറയുന്നു. എന്നിട്ട് അവരെ ഡിന്നറിന് ശേഷം അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ തിരികെ ഡ്രോപ്പ് ചെയ്യാമെന്നും പറയുവാണ്. അങ്ങനെ അവരുടെ കാറിൽ കയറി രണ്ടാളും ആ റോസ് വില്ല എന്ന വീട്ടിലെത്തുന്നു. ഇന്ന് ആ ഓൾഡ് കപ്പിളിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണെന്നും പറഞ്ഞ് രണ്ടാൾക്കും ഡ്രിങ്ക്സും കൊടുത്ത് അവരുടെ കൂടെ ഫോട്ടോസും എടുത്ത് അവരങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അങ്ങനെ രാത്രി അവരെല്ലാം ചേർന്ന് കുറേ സംസാരിച്ച് ഡിന്നർ കഴിക്കുന്ന നേരം നിങ്ങളിവിടെ തനിച്ചാണോ എന്ന് ഹീറോ ചോദിക്കുന്നു. എന്നാൽ അവർ തങ്ങൾക്ക് ഫ്രാൻസിസ് എന്ന ഒരു മകനുണ്ടായിരുന്നെന്നും പക്ഷേ അവരെ ഉപേക്ഷിച്ച് പോയെന്നും സങ്കടത്തോടെ പറയുവാണ്. ആ വിഷമത്തിൽ സോളമൻ ആവട്ടെ ഇന്നത്തെ കാലത്തെ പിള്ളേരൊക്കെ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നും നിങ്ങളും മോശമല്ലെന്നും ഓരോന്നങ്ങനെ മനസ്സ് വിട്ട് പറയാൻ തുടങ്ങുന്നു. എന്നാൽ അത് കണ്ട ഹെലൻ ആവട്ടെ അയാളോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ തുടങ്ങുന്നു. വഴക്കിനിടയിൽ ഒരു ഗ്ലാസ് രവിയുടെ തലയ്ക്കും കൊള്ളുന്നുണ്ട്. ഒരു വിധത്തിൽ സോളമൻ രവിയോടും ശ്വേതയോടും മാപ്പ് ചോദിക്കുന്നു. ഹെലൻ ഒരുപാട് വിഷമിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞ് മോശമായിട്ട് ബിഹേവ് ചെയ്തതിന് സോറിയും പറയുന്നു. അങ്ങനെ അന്നത്തെ രാത്രി രവിയും ശ്വേതയും ഉറങ്ങാൻ കിടക്കുന്ന സമയം അവൻ ശ്വേതയോട് പറയുവാണ് വയസ്സായതുകൊണ്ടായിരിക്കും അവരിങ്ങനെയെന്ന്, അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നതെന്ന്. അതേസമയം മറ്റൊരു മുറിയിൽ ഉറക്കത്തിൽ വളരെ വിയേർഡായി കട്ടിലിരിക്കുന്ന ഹെലനെ സോളമൻ മെഡിസിൻ കൊടുത്ത് കിടത്തുവാണ്. അടുത്ത ദിവസമായി രവിയും ശ്വേതയും പോകാൻ നിൽക്കുന്ന നേരം സോളമൻ അവരെ തടഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പറയുവാണ്. എന്നാൽ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് രണ്ടാളും ഇറങ്ങാൻ നിൽക്കുന്ന നേരം ഹെലൻ നേരെ വന്ന് കഥകടച്ച് വഴി തടഞ്ഞു നിൽക്കുവാണ്. ഒന്നും കഴിക്കാതെ പോകാൻ സമ്മതിക്കില്ല എന്നും പറയുന്നു. എന്നാൽ ശരിയെന്നും പറഞ്ഞ് അവരിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരികെ പോകാനായി കാർ എടുക്കുമ്പോൾ അത് സ്റ്റാർട്ടാകുന്നില്ല. ഇന്നലെ ഇവിടെ വെറുതെ ഇരുന്ന കാറ് അതൊന്ന് പുറത്തു പോലും പോയിട്ടില്ല. പിന്നെ എങ്ങനെ ആ കാർ കംപ്ലൈൻ്റ് ആയി? എന്തോ പന്തിയില്ലെന്ന് ശ്വേത പറയുന്നുണ്ട്. ക്യാബ് ബുക്ക് ചെയ്യാനായിട്ട് ഹീറോ നോക്കുമ്പോൾ നെറ്റ്വർക്ക് ഇല്ല. പെട്ടെന്ന് അതിഗംഭീരമായ ഒരു മഴ പെയ്യുന്നു. സോ ഒരു വഴിയുമില്ലാതെ രണ്ടാളും തിരികെ അകത്ത് കയറുവാണ്. അവിടെ വന്ന സോളമൻ അവരോട് കാഷ്വലായി സംസാരിച്ച് ഹെലനെ പറ്റി പറയുവാണ്. മോൻ പോയതിൽ പിന്നെ അവൾ കുറച്ച് മെൻ്റലി അഫക്റ്റഡ് ആണെന്ന്. പെട്ടെന്ന് അവിടെ വന്ന ഹെലൻ അവളുണ്ടാക്കിയ ഒരു ഫുഡ് രണ്ടാളെയും ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നു. ആളവിടുന്ന് പോയ നേരം സോളമൻ അവരുടെ ഫാമിലി പിക്ക് രണ്ടാൾക്കും കാണിച്ചു കൊടുക്കുവാണ്. നോക്കുമ്പോൾ അത് കണ്ട രണ്ടുപേരും ഒരുപോലെ ഷോക്കാക്കുന്നു. കാരണം ഫ്രാൻസിസ് എന്ന പേരുള്ള അവരുടെ ആ മകൻ ശരിക്കും രവിയുടെ മുഖം പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ സോളമൻ ഹീറോയോട് ഒരു റിക്വസ്റ്റും ചെയ്യുവാണ്, തൻ്റെ മകനായി ഇവിടെ നിൽക്കാമോ എന്ന്. എന്നാൽ അത് കേട്ട ഹീറോയും ശ്വേതയും പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പുറത്തു പോകാൻ നിന്നതും രണ്ടാളും അവിടെ പൊടുന്നനെ മയങ്ങി വീഴുവാണ്. അതേസമയം രവിയുടെ വീട്ടിലാവട്ടെ അവരുടെ പേരൻസ് രണ്ടാളെയും കാണാൻ ഒത്തിരി വിഷമത്തിലായിരുന്നു. നെക്സ്റ്റ് സീനിൽ ബോധം തെളിഞ്ഞ് കണ്ണു തുറന്ന ഹീറോയോട് സോളമൻ ഒരു കാര്യം പറയുവാണ്, തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അയാളെ ഏതറ്റം വരെയും പോകുമെന്ന്. രവി അങ്ങനെ മറ്റൊരു കാര്യം കൂടി പറയുവാണ്. 20 വർഷം പരിപാലിച്ച് വളർത്തിയ അവരുടെ മകൻ അവരെ ഉപേക്ഷിച്ചു പോയി. അതിൽ ഹെലൻ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. എന്നാൽ അവൾക്കാകെ ആശ്വാസം അവളുടെ കൂട്ടുകാരി സ്റ്റെല്ലയായിരുന്നു. എന്നാൽ സ്റ്റെല്ലയും ഒരു ദിവസം മരിച്ചു പോകുവാണ്. അതും അവരുടെ മകൻ പോയ വിഷമത്തിൽ. ഇതുകൂടെ അറിഞ്ഞതോടെ തൻ്റെ മകൻ്റെ ഓർമ്മകൾ ഹെലനെ വീണ്ടും വേട്ടയാടി ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങുവാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി രവിയോട് തൻ്റെ മകനായി അഭിനയിക്കാനായി പറയുന്നു. അതിന് സമ്മതമില്ലെങ്കിൽ ശ്വേതയെ കൊല്ലുമെന്ന് വോൺ ചെയ്യുവാണ്. അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ശ്വേതയെ രക്ഷിക്കാനായി ആവട്ടെ ആ ഓൾഡ് കപ്പിൾസിനെ മകനായി രവി ആക്ട് ചെയ്യാൻ തുടങ്ങുന്നു.
അപ്പോഴാണ് ഒരു മുറിക്കകത്ത് കെട്ടിയിട്ടിരിക്കുന്ന ശ്വേതയെ കാണിക്കുന്നത്. സോളമൻ അവൾക്ക് ഫുഡ് കൊടുക്കുന്ന നേരം അവൾക്കും അതേ വാർണിംഗ് കൊടുക്കുവാണ്, ഹെലന്റെ സന്തോഷത്തിനിടയിൽ പ്രശ്നമാവാൻ നിൽക്കരുതെന്ന്. അതേസമയം മറ്റൊരു സ്ഥലത്ത് രവിയുടെയും ശ്വേതയുടെയും പാരൻസ് അവരെ കാണാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുവാണ്. എന്നാൽ അവരുടെ ഫോട്ടോ കണ്ടതും അവർക്ക് ലിഫ്റ്റ് കൊടുത്ത പോലീസ് ഓഫീസർ അവരെ തിരിച്ചറിയുന്നു. അയാൾ വേഗം ആ റെസ്റ്റോറൻറ്റിലെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്നു. എന്നാൽ ആ ദിവസത്തെ ഫുട്ടേജ് ഓൾറെഡി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് കാര്യമായി കേസ് അന്വേഷിക്കാനായിട്ട് തുടങ്ങുവാണ്. അതേസമയം റോസ് വില്ലയിൽ കാണിക്കുമ്പോൾ ഹീറോയും ഹീറോയിനെയും രണ്ട് മുറിയിൽ അടച്ചു വെച്ചിരിക്കുവാണ്. ശ്വേതയാവട്ടെ രക്ഷപ്പെടാനുള്ള പരാക്രമത്തിൽ താഴെ വീണ് ബോധം കെടുന്നു. അതേസമയം രവി അന്നേരം എങ്ങനെയൊക്കെയോ പുറത്തു കിടക്കുവാണ്. മറ്റൊരു മുറിയിൽ ഹെലൻ പതിവ് പോലെ കട്ടിലിൽ പിയേഡായിട്ട് ഇരിക്കുവാണ്. സോളമൻ അവൾക്ക് മെഡിസിൻ കൊടുത്ത് ഉറക്കുന്നു. എന്നാൽ അതേസമയം പുറത്തെന്തോ പന്തികേടല്ലെന്ന് അയാൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അയാൾ വേഗം ഗണ്ണെടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്നു. എന്നിട്ട് എല്ലാ ലൈറ്റ്സും ഒരുമിച്ച് ഓഫാക്കുവാണ്. എന്നിട്ടൊരു വിധത്തിൽ ഹീറോയെ കണ്ടുപിടിച്ച് രണ്ടാളും കൂടി ഫൈറ്റ് ആകുന്നു. ഒരു വിധത്തിൽ ഹീറോ ഒരു മുറിക്കകത്ത് രക്ഷപ്പെട്ട് ഒളിച്ചിരിക്കുവാണ്. എന്നാൽ അയാൾ ഒരു മഴവെടുത്ത് ആ ഒരു വാതിൽ പൊളിച്ച് അവനെ തല്ലി വീഴ്ത്തുന്നു. മറ്റൊരു മുറിയിൽ ശ്വേത ബോധം തെളിഞ്ഞ് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുവാണ്. അതേസമയം പോലീസ് ഓഫീസറിനെ കാണിക്കുമ്പോൾ അയാൾക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഹീറോയുടെ ലാസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത്, അതായത് റോസ് വില്ല എന്ന് പറയുന്നത്, ഇതിനു മുൻപ് ഒത്തിരി പേർ മിസ്സിംഗ് ആയ അതേ സ്പോട്ടാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതായത് ആ ഓൾഡ് കപ്പിൾസ് ഇതാദ്യമായല്ല ഈ കിഡ്നാപ്പിംഗ് ചെയ്യുന്നതെന്ന് തന്നെ. അതേസമയം സോളമനെ കാണിക്കുമ്പോൾ അയാൾ വീണ്ടും ഹീറോയോട് തല്ലിയതിന് മാപ്പ് ചോദിക്കുവാണ്. എന്നാൽ അയാളെ ഒരു വിധത്തിൽ തട്ടിമാറ്റി ഹീറോ അവിടെ നിന്നും പുറത്തു കടക്കുന്നു. ഭാഗ്യത്തിന് പുറത്ത് ശ്വേതയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാളും കൂടെ ഓടുന്ന നേരം പുറകെ സോളമനും വരുന്നു. ഒരു വിധത്തിൽ അവർ രണ്ടാളും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ സോളമൻ അവർക്ക് നേരെ വെടിവെക്കുവാണ്. വെടികൊണ്ട് ശ്വേത ആ സ്പോട്ടിൽ മരിച്ചു പോകുന്നു. എന്നാൽ അതേ സമയത്തേക്ക് അവിടേക്ക് പോലീസും എത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ സോളമനെ വെടിവെച്ച് കൊല്ലുന്നു. അടുത്ത സീനിൽ രവി ഒരു ഡ്രീം കാണുന്നതാണ് കാണിക്കുന്നത്. അവന് റോസ് വില്ല വിട്ട് പോകാനായിട്ട് ഓടി ഗേറ്റിലെത്തിയതും പുറത്ത് തോക്കും പിടിച്ച് അവന് നേരെ ചൂണ്ടി ഹെലൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനിയും നിന്നെ ഇവിടം വിട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് അവൾ പറയുവാണ്. അവിടെ നിന്ന് സീൻ ഷിഫ്റ്റ് ചെയ്താൽ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഹീറോയെയാണ്. അവൻ ഹെലനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് വന്നിരിക്കുവാണ്. ഒന്നുകിൽ ഇനി ആ അമ്മയുടെ മകനായിട്ട് ജീവിക്കാനായിട്ട് അവൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ തനിക്കുണ്ടായതുപോലെ ഒരു അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്ന് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ഫൈനലി അവരുടെ കൂടെ താമസിക്കാനുള്ള ആ ഒരു ഓപ്ഷനാണ് ഹീറോ തിരഞ്ഞെടുത്തത്. അന്നേരം അവിടെ വന്ന ഡോക്ടർ ഹെലൻ ഓൾറെഡി ഇന്നലെ ഡിസ്ചാർജായി പോയി എന്ന് പറയുവാണ്. മാത്രവുമല്ല അവൾക്ക് വളരെയധികം കെയർ കൊടുക്കണമെന്നും മെഡിസിൻസ് പ്രോപ്പറായി കൊടുക്കണമെന്നും ഉപദേശിക്കുന്നു. കാരണം മകനില്ലാത്തത് കൊണ്ട് അവർക്ക് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അമ്മയും മകനും പോലെ വളരെ കണക്റ്റഡ് ആയിട്ട് അവർ ജീവിക്കുവാണ്. അങ്ങനെയിരിക്കും ഒരു ദിവസം പോലീസ് ഓഫീസർക്ക് ഒരു വിവരം കിട്ടുവാണ്. ശ്വേതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അതിൽ നിന്നും കണ്ട ഒരു കാര്യം അറിയിക്കാനായിട്ട് അയാൾ റോസ് വില്ലയിൽ ഹീറോയെ കാണാനായിട്ട് എത്തുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ശ്വേതയ്ക്ക് വെടിയേറ്റത് ഗ്രൗണ്ട് ലെവലിൽ നിന്നല്ല, മറിച്ച് സോളമൻ്റെയും ഹെലൻ്റെയും മുകളിലെ മുറിയിൽ നിന്നാവുമെന്ന് പറഞ്ഞ് ആ ജനാലയ്ക്ക് നേരെ അയാൾ വിരൽ ചൂണ്ടുവാണ്. അതേസമയം ഹീറോ പോലീസുകാരനെയും കൂട്ടി അകത്ത് ചെന്ന് സോളമൻ തനിക്ക് അന്ന് കാണിച്ചു തന്ന അവരുടെ ആ പഴയ ഫാമിലി ഫോട്ടോ കാണിച്ചു കൊടുക്കുവാണ്. അതിനകത്ത് തൻ്റെ അതേ മുഖമുള്ള ഫ്രാൻസിസിനെ പോലീസുകാരനെ കാണിക്കുന്ന ആ സമയം തന്നെ ആ പെട്ടിക്കകത്തു നിന്നും അവർക്ക് മറ്റു ചില ഫോട്ടോസും കിട്ടുവാണ്. അതിനകത്ത് ഫ്രാൻസിസ് എന്ന ആ കുട്ടിക്ക് പകരമായി പല ആൺകുട്ടികളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ മാത്രമാണ് തന്നെ ആ ഫാമിലി ട്രാപ്പ് ചെയ്താണെന്ന കാര്യം ഹീറോയ്ക്ക് മനസ്സിലാകുന്നത്. ഹീറോ വേഗം പോലീസുകാരനെയും കൂടി താഴേക്ക് പോകുന്നു. അതേസമയം ഗാർഡനിൽ ഹെലൻ റോസാ ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു. ആ റോസാ ചെടികൾക്ക് പിന്നെയുള്ള കാര്യവും നമുക്കറിയാം. കാരണം ഫസ്റ്റ് സീനിൽ കാണിച്ചതുപോലെ ആ ഓരോ റോസ് ചെടികളുടെയും താഴെ ആരുടെയൊക്കെയോ ജഡങ്ങളുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതേസമയം ഹീറോയെ കണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പോലീസുകാരൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോസ് കണ്ടപാടെ ഹെലന് ആ കാര്യം പിടികിട്ടി. എല്ലാം ഹീറോ അറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ. അപ്പോഴാണ് ഹെലന്റെ വ്യൂ പോയിന്റിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് ഒന്നുകൂടെ കാണിച്ചു തരുന്നത്. തൻ്റെ മകൻ ഉപേക്ഷിച്ചു പോയതോടെ അവൾ ഒരു ഭ്രാന്തിയായി മാറി. അതിന് പകരമായി മെന്റലി അപ്സെറ്റായ അവൾ വേറെ മകനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അവരെ എങ്ങനെയാണോ ട്രാപ്പ് ചെയ്തത് അതേ പാറ്റേണിൽ അവർ രണ്ടാളും കൂടി ഒരുപാട് പയ്യന്മാരെ പറ്റിച്ച് ഡിന്നറിന് കൊണ്ടുവരികയും ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുകയും ചെയ്യും. എന്നിട്ട് ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത് സോളമൻ പിന്നീട് തൻ്റെ മകന് നിങ്ങളുടെ മുഖമാണെന്ന് പറഞ്ഞ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു.
എന്നാൽ ഇതുവരെ വന്നവരാരും തന്നെ അവരുടെ മകനായി അഭിനയിക്കാൻ പോലും സമ്മതിച്ചില്ല, ഹീറോ ഒഴികെ. അതുകൊണ്ടാണ് അവരെല്ലാവരെയും കൊന്നുകളഞ്ഞത്. സോ ഇവിടെ എല്ലാ കൊലപാതകങ്ങളും ചെയ്തത് ഹെലൻ ആണെന്ന് മനസ്സിലാകുന്നു. ആ മൃതദേഹങ്ങൾ ഗാർഡനിൽ കുഴിച്ചിടുക മാത്രമാണ് സോളമൻ ചെയ്തത്. ഫസ്റ്റ് സീനിൽ കാണിച്ച പോലെ അപ്പോഴാണ് കാർ ഡാമേജ് ആക്കിയതും റെസ്റ്റോറൻറ്റിലെ ഫൂട്ടേജ് ഡിലീറ്റ് ചെയ്തതും എല്ലാം സോളമനാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. പോരാത്തതിന് പോകാൻ നേരം ഹെലൻ ടേസ്റ്റ് ചെയ്യിപ്പിച്ച ഫുഡ് കഴിച്ചതുകൊണ്ടാണ് ഹീറോയും ശ്വേതയും ബോധം കെട്ടത്. കാരണം അതിനകത്ത് എന്തോ ഒരു മരുന്ന് കലക്കിയിട്ടുണ്ടായിരുന്നു. സോ എല്ലാം പ്ലാൻഡ് ആണെന്ന് മനസ്സിലാകുവാണ്. ഇതോടൊപ്പം തന്നെ എല്ലാവരും മനസ്സിലാക്കിയത് അറിഞ്ഞിട്ടും വളരെ വിയേർഡ് അയച്ചിരിക്കുന്ന ഹെലനെ കാണിച്ചുകൊണ്ടാണ് ആ മൂവി അവിടെ എൻഡാകുന്നത്.